റഹീം കേസിൽ മോചന ഉത്തരവ് ഉണ്ടായില്ല. വിധി പറയൽ വീണ്ടും മാറ്റി. സൗദി അറേബ്യയിലെ റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചന കേസിൽ ഇന്നും മോചന ഉത്തരവ് ഉണ്ടായില്ല. ഞായറാഴ്ച കോടതി കേസ് പരിഗണിച്ചെങ്കിലും മോചന ഉത്തരവ് ഉണ്ടായില്ല. സിറ്റിംഗ് പൂർത്തിയായി. വിധി പറയൽ 2 ആഴ്ചയ്ക്ക് ശേഷമെന്ന് ഇന്നത്തെ സിറ്റിംഗിന് ശേഷം കോടതി അറിയിച്ചു. കഴിഞ്ഞ മാസം 21-ന് നടന്ന സിറ്റിംഗിലാണ് കേസ് ഇന്ന് പരിഗണിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പബ്ലിക് പ്രോസിക്യൂഷൻ അടക്കമുള്ള വകുപ്പുകളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനാൽ ഇന്ന് മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദു ചെയ്തിരുന്നു. ബ്ലഡ് മണിയുടെ ചെക്കും രേഖകളും കോടതിയിൽ എത്തിച്ചതോടെ മോചനത്തിനായുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിരുന്നു. തുടർന്നാണ് വധശിക്ഷ റദ്ദു ചെയ്ത വിധിയെത്തിയത്. അതേസമയം റഹീമിന്റെ മോചനത്തിനായി സമാഹരിച്ച ഫണ്ടിൽ ബാക്കിയുള്ള 11.5 കോടി രൂപ മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ ധാരണയായി. റഹീമിന്റെ അഭിപ്രായം കൂടി കേട്ട ശേഷം അന്തിമ തീരുമാനമെന്ന് നിയമസഹായ സമിതി വ്യക്തമാക്കി. അതേസമയം റഹീമിനൊപ്പം മറ്റൊരു കൂട്ടുപ്രതി ഉണ്ടായിരുന്നു. ഇതേക്കുറിച്ചുള്ള ചോദ്യം കോടതി ഉയർത്തിയാൽ അത് പ്രതിസന്ധിയാകുമോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ കേസ് ഫയൽ രണ്ടും രണ്ടാക്കിയതിനാൽ ഇതിൽ പ്രതിസന്ധിയില്ലെന്നാണ് വിശദീകരണം. ഹൗസ് ഡ്രൈവറായി സൗദിയിലെത്തി 1 മാസത്തിനകമാണ് അബ്ദുൾ റഹീം കൊലക്കേസിൽ പ്രതിയായി കസ്റ്റഡിയിലാകുന്നത്. മരിച്ച ബാലനും റഹീമും തമ്മിൽ മുൻവൈരാഗ്യമില്ല. കയ്യബദ്ധത്തിലാണ് ബാലൻ കൊല്ലപ്പെട്ടത്. മാത്രമല്ല 18 വർഷമായി റഹീം ജയിലിലാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് റൈറ്റ് പ്രകാരം അധിക ശിക്ഷ വിധിക്കാതെ മോചിപ്പിക്കണമെന്നാണ് റഹീമിന് വേണ്ടി അഭിഭാഷകർ കോടതിയിൽ നൽകിയ ഹർജി. ഇത് പരിഗണിച്ച് മോചന ഉത്തരവ് ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. അതേസമയം മോചന ഉത്തരവ് ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുവെന്ന് അബ്ദുൾ റഹീമിന്റെ ഉമ്മ ഫാത്തിമ പറഞ്ഞു. മോചനം വൈകുന്നതിൽ സങ്കടമെന്ന് ഉമ്മ പറഞ്ഞു. ഉത്തരവ് വൈകുന്നത് എന്തുകൊണ്ടെന്ന് അറിയില്ലെന്ന് സഹോദരൻ നസീർ വ്യക്തമാക്കി.